ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 33ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 1 മന്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മന്ത് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീക്കിൽ ആദ്യത്തെ ഹെയർ പാക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ മനസ്സ് നിറച്ചത് ഈ ഒരു കമൻറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇടാൻ കാണിച്ച ആ ഒരു മനസ്സിനൊരു ബിഗ് താങ്ക്സ്. അപ്പം എന്നെ പോലെ നിങ്ങൾക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് അറിയിക്കുമ്പോഴാണ് എനിക്കതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു കേട്ടോ. അപ്പം ഒരു പക്ഷേ ആ ഒരു റിസൾട്ട് കിട്ടിയ ആളെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവുക ഞാനായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടാൻ മടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് മുടി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇൻവേർഷൻ മെത്തേഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുക എന്ന് വെച്ചാൽ ആ ഒരു നേരത്ത് ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുക. കൂടാതെ ഇതിനോടൊപ്പം ഫോളോ ചെയ്യേണ്ട ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ചെമ്പരത്തി പൂവിൻ്റെ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മെയിൻ എപ്പോഴും ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് ഒനിയനാണ് കേട്ടോ. അപ്പോൾ ഒനിയൻ ഞാനൊന്ന് അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഒനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ പീസസാക്കി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ചെമ്പരത്തി പൂവിൻ്റെ പൗഡർ ഞാനൊരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലോണം ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 5ഓ 6ഓ സ്പൂണൊക്കെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറവാണെങ്കിൽ നിങ്ങളൊരു 4 സ്പൂൺ എടുത്തേക്കും. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും തന്നെ എടുത്തേക്കും കേട്ടോ. എന്നിട്ട് ഈ ഒരു പൗഡറിലേക്ക് നമ്മുടെ ഒനിയൻ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാകത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ ഒരു ചെമ്പരത്തി പൂവുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എൻ്റെ കയ്യിലിപ്പം അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൗഡർ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പൂക്കൾ കിട്ടുകയാണെങ്കിൽ ആ പൂക്കളും അതുപോലെ തന്നെ നമ്മുടെ ഒനിയനും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാക്ക് റെഡിയാകും. അപ്പോൾ ആ ഒരു പാക്കാണ് ഇതിലും കുറച്ചും കൂടി ബെറ്റർ എന്ന് ഞാൻ പറയുന്നത്. ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ എടുത്തിട്ട് അരച്ച് ഈ ഒരു ഒനിയൻ്റെ കൂടൊപ്പം അരച്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള പൂക്കളൊക്കെ ആണെങ്കിലും മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ്. കൂടാതെ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പാക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഓരോരോ വകച്ചിലുകൾ എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും കിട്ടുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ചെമ്പരത്തി പൂവെന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സ്കാൽപ്പിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ആകാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും മുടി വളർച്ചയെ നന്നായിട്ട് കൂട്ടാനും അതുപോലെ തന്നെ പുതിയ മുടികൾ കിളിർത്ത് വരാൻ സഹായിക്കും. കൂടാതെ തന്നെ നമ്മുടെ മുടിക്കൊരു നാച്ചുറൽ കളർ, അതായത് ഒരു നല്ല കറുപ്പ് നിറം കൊടുക്കാൻ സഹായിക്കും. കൂടാതെ ഇതൊരു നല്ലൊരു കണ്ടീഷനിങ് ഏജൻ്റാണ്, നമ്മുടെ മുടിയെ നന്നായിട്ടൊന്ന് കണ്ടീഷൻ ചെയ്യാനും സഹായിക്കുന്നതാണ് കേട്ടോ. കൂടാതെ നമ്മൾ ഇതിനോടൊപ്പം മിക്സ് ചെയ്തേക്കുന്നത് ഒനിയനാണ്. ഒനിയനേക്കാളും മുടിക്ക് സൂപ്പർബായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ലെന്ന് പറയാം. അപ്പോൾ ഇതിൽ മിക്സ് ചെയ്തേക്കുന്ന ഒനിയൻ നമ്മുടെ പുതിയ മുടികൾ ധാരാളം നമുക്ക് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിലുണ്ടെങ്കിൽ അവയെ പാടെ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവ രണ്ടും കൂടി ചേർന്നാൽ ഇവയുടെ ഒരു രണ്ടിനെയും കൂടി കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നന്നായിട്ട് വർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും, അതായത് നമ്മുടെ പുറമേ സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ ഇവ രണ്ടിനെയും കൂടി ഒരു കോമ്പിനേഷൻ നന്നായിട്ട് സഹായിക്കും. കൂടാതെ നിങ്ങൾ നെറ്റ് കെയറലിൻ്റെ ഭാഗത്ത്, അതായത് ആ ഒരു ഫ്രണ്ട് പോർഷനിലൊക്കെ ഏത് പാക്ക് എടുത്താലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒരു 30 മിനിറ്റ്സ് ടു 1 അവർ വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യല്ല. കൂടാതെ ഇന്ന് നൈറ്റ് തൊട്ട് നമ്മളൊരു പുതിയ കാര്യം കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സാധാ നമ്മൾ ഓയിൽ എടുക്കുക, അത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് തൊട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്ന് ഹോട്ട് ഓയിലാക്കണം. അതായത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ച അത് കുറച്ചും കൂടി ഒന്ന് ബെനിഫിറ്റ് ആക്കും. അപ്പോൾ ഈ ഒരു മന്ത് തൊട്ട് നമ്മളൊന്ന് ഹോട്ട് ഓയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നാളെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് നൈറ്റ് ഇപ്പോൾ നിങ്ങൾ സാധാ പോലെ ഓയിലിടും. നാളത്തെ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് പോർഷനിൽ അതായത് നന്നായിട്ട് ആ ഒരു നെറ്റ് കയറുന്ന ഭാഗത്തേക്ക് നന്നായിട്ട് പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുടി കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. ഒരു 30 മിനിറ്റ്സ് ടു 1 അവർ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ.